പുറമെ നിങ്ങൾ ചിരിച്ച് സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണോ? അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ, ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തരും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഒരുപാട് ശക്തി തരും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. ഇതൊരു റിലീജിയസ് വീഡിയോ അല്ല. യേശു ക്രിസ്തു ദൈവം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയാൻ പോകുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അത് നമുക്ക് ആക്ച്വലി ലൈഫിൽ ഒരുപാട് സ്ട്രെങ്ത് തരും. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത അത്ര ആശ്വാസം തരാം, നിങ്ങളുടെ മനസ്സിന് ശക്തിയും തരാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. ആ വാക്കിന് ഒരുപാട് ശക്തി ഉണ്ടാവും. അത് നിങ്ങൾ കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താലും ആ വേർഡിന് ഒരുപാട് ശക്തി ഉണ്ടാവും. അത്ഭുത ശക്തിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടോ? നാളെ എന്താകും അല്ലെങ്കിൽ ഭാവി എന്താകും എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു, ഒന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിങ്ങനെയാണ്: നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം മാത്രം മതി. പലപ്പോഴും നമ്മൾ ഒരുപാട് ഭാവിയെ പറ്റി ചിന്തിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ച് നമ്മൾ ഒരുപാട് സമയവും പോകാറുണ്ട്. പക്ഷെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും ചിന്തിക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇത് പറയുമ്പോൾ വേറെ ഒരു വാക്കുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിങ്ങനെയാണ്: ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും കൂട്ടാൻ സാധിക്കുമോ? ഹൗ ബ്യൂട്ടിഫുള്ളി ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. ഭാവിയെ പറ്റി നമ്മൾ ഒരുപാട് ചിന്തിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ആക്ച്വലി മാറ്റം കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ഒരുപാട് പ്രശ്നമല്ലേ കൊണ്ടുവരാറുള്ളത്. അതിന് കാരണം നമ്മൾ നാളെ എന്താകും, ഭാവി എന്താകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ന് നമുക്ക് നഷ്ടമാവാണ്. കാരണം ഇന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. സോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി ഒരു ചെറിയ സ്റ്റെപ്പ് ആകാം, അത് നമുക്ക് ഇന്നെടുക്കാം. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. സോ മനസ്സിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഏറ്റവും വലിയൊരു വാക്ക് ഇതാണ്: നാളെയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് ആക്ച്വലി ഒരു കാര്യവുമില്ല. നാളത്തെ കാര്യം നാളെ ആകട്ടെ. ഇന്നത്തെ കാര്യം നമുക്ക് ഇന്ന് നോക്കാം. ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മളുടെ നാളെ ഓട്ടോമാറ്റിക്കലി നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്: എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയതെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒരു യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൂടി പറയാം. അതിങ്ങനെയാണ്: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആക്ച്വലി നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? അല്ലെങ്കിൽ ആരെ പറ്റിയാണ്? അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എനർജി നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയായിരിക്കും. നിങ്ങൾ എവിടെയും ഇതുവരെ എത്തിയില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് യുവർ ഫോക്കസ്. അതൊരു വ്യക്തിയിലാണോ അതോ അതെന്തെങ്കിലും വസ്തുക്കളിലാണോ? ഒരു വ്യക്തിയിലാണെങ്കിലും എന്തെങ്കിലും വസ്തുക്കളിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എവിടെയും എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. പല ആൾക്കാരും സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പോവാറുണ്ട്. സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയ ത്യാഗമാണെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കാറുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സംഭവം. ഇവിടെ യേശുക്രിസ്തു തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊരർത്ഥം ഇവിടെയുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുക? പല സമയത്തും നമ്മൾ നമ്മുടെ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് വേറെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അതിനുശേഷം ആരും നമ്മുടെ കൂടെ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാണെന്നാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾ പോലും അറിയാതെ ഒരു സെൽഫിഷ് മോട്ടീവ് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും.
ആ സെൽഫിഷ് മോട്ടീവ് എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയായിരിക്കും, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. അതായത് പലപ്പോഴും നമ്മൾ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചാണ്. അതായത് അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് പലപ്പോഴും ഒരുപാട് ആൾക്കാരും സഹായിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്നില്ല, അല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു സെൽഫിഷ് മോട്ടീവ് അല്ലേ? അതായത് അവരെ സഹായിക്കണമെന്ന് വിചാരിച്ചല്ല, അവർ തെറ്റായിട്ട് നമ്മളെ പറ്റി വിചാരിച്ചാലെന്ന് വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും അവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. അതായത് ആദ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കാര്യത്തിനാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആത്മാർത്ഥമായും സന്തോഷത്തോടെയും വേറെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഇനി ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ്, വേറെ ആൾക്കാരെ സ്നേഹിക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ സ്വന്തമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പാടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്കും സെൽഫ് ഡൗട്ട് കൂടുതലാണ്. അതായത് എനിക്ക് വലിയ കഴിവൊന്നുമില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അടിപൊളി സ്മാർട്ട് ആണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യം അതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യാണ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഒട്ടും ഹാപ്പി അല്ല. അവർ ഭയങ്കര സ്മാർട്ടാണ്, ഞാൻ ഒട്ടും സ്മാർട്ട് അല്ല. അവർക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, എനിക്ക് ഒട്ടും ടാലൻസ് ഇല്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിന്റെ വാക്കിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ആ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. നമ്മൾ ആ കഴിവ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, കുറെ ആൾക്കാരും വിനയം കാണിക്കാറുണ്ട്. ചില സമയത്ത് ആൾക്കാർ പറയും അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്ത് വിനയമാണെന്ന്. പക്ഷേ എല്ലാ വിനയവും ശരിക്കും വിനയമൊന്നുമല്ല. അത് വരുന്നത് പേടിയിൽ നിന്നാണ്. ബാക്കിയുള്ള ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള പേടിയിൽ നിന്നായിരിക്കാം. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഒതുങ്ങി മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇവിടെ മനസ്സിലാകേണ്ടത്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അതായത് എല്ലാ മനുഷ്യരിലും പ്രകാശമുണ്ട്. ആൻഡ് ആ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടതാണ്. നിങ്ങളുടെ ടാലൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരെയും പോൽ, അതായത് അവനും അവളെയും പോൽ എനിക്കും ഈ ലോകത്തിൽ അതേ അവകാശമുണ്ട്. ഞാൻ ഒന്നിലും ഒട്ടും ചെറുതല്ല. പക്ഷെ വേറെ ആൾക്കാരുടെ രീതിയിൽ ഞാൻ കമ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ അവരെ പോലെയല്ല, ഇവരെ പോലെയല്ല എന്ന് തോന്നും. നമ്മൾ ആരെയും പോലെ ആകണ്ട. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ ആകുക. നിങ്ങളുള്ള പ്രകാശം നിങ്ങൾ ലോകത്തിന് കൊടുക്കുക. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇവിടെ ഒരു മടിയില്ലാതെ ധൈര്യത്തോടെ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രകാശം കാണുക, അത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മളുടെ ടാലന്റ് പോലും നമ്മൾ പുറത്ത് കാണിക്കാൻ പേടിക്കും. ഇനി നമ്മൾ പുറത്ത് കാണിച്ച് അല്ലെങ്കിൽ എനിക്ക് ഈ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്നെ താഴ്ത്തിയാലോ നമ്മൾ പേടിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ യേശുക്രിസ്തുവിലേക്ക് നോക്കേണ്ടത്. യേശുക്രിസ്തുവിന് ചുറ്റും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ എതിർത്ത് പറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലും യേശു ധൈര്യത്തോടെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഒരു പേടിയുമില്ലാതെ ആരെന്ത് വിചാരിക്കും, ആരെന്ത് പറയുന്നു ചിന്തിച്ചല്ല പറഞ്ഞത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് യേശു പറഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരോടും പറയുന്ന കാര്യം ഇതാണ്: നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണ്. ആൻഡ് ആ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സോ നിങ്ങളുടെ കഴിവ് എന്തുമായിക്കൊള്ളട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഇന്ന് ഒരുപാട് ആൾക്കാർക്കുള്ള വേറൊരു പ്രശ്നമാണ് സത്യം പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ നോ എന്ന് പറയാനും പേടിയാണ്. ചില സമയത്ത് നോയാണ് പറയേണ്ടതെങ്കിലും യെസ് എന്ന് പറയും. ഇത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരെന്ത് വിചാരിക്കും എന്നുള്ള പേടി കൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാര് അറിഞ്ഞിരിക്കേണ്ട ജീസസ് ക്രൈസ്റ്റിന്റെ വേറൊരു വേർഡ്സ് ഇങ്ങനെയാണ്: നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. പല സമയത്തും നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ യെസ് പറയാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു പോകാറുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ അവർക്ക് കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ നിങ്ങൾക്ക് ആൾക്കാരോട് നോ പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഒരുപാട് പേടിയുണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാൻ പോകുന്ന വേർഡ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. അടുത്തത്, ഇന്ന് ഒരുപാട് ആൾക്കാർക്കും ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ അറിയില്ല. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. വിഷമം വരുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ. വിവേകം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്.
ഇമോഷൻസിന്റെ പുറത്ത് എടുത്തു ചാടി ഓരോ കാര്യവും ചെയ്യുന്നതും പലപ്പോഴും പ്രശ്നത്തിലേക്കാണ് നമ്മളെ നയിക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാരും ദേഷ്യം വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. ഇവിടെയാണ് പ്രശ്നം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അറിയാതെ പറഞ്ഞു പോയതും നമുക്ക് മാറ്റാൻ പറ്റും. ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കയ്യിലിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സമാധാനം കടന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ സർപ്പങ്ങളെ പോലെ വിവേകം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സോ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ച് തീരുമാനിച്ച് ഒരുപാട് സമയം എടുത്താണെങ്കിൽ പോലും ചിന്തിച്ച് മാത്രം ചെയ്യുക. എന്നാൽ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുവിൻ. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഒരുപാട് ശക്തിയുള്ള ഒരു വാക്കാണ്. ഇത് നിങ്ങൾക്കും ശക്തി തരും. ഈ വാക്ക് നിങ്ങൾ വേറൊരാളോട് പറഞ്ഞ അവർക്കും ശക്തി കൊടുക്കും. അതുപോലത്തെ വാക്കാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. സോ ഞാനത് പറയുന്നതിന് മുമ്പ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബൈബിളില് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഇത് തന്നെയാണ്. ഇറ്റ് സെസ് 365 തവണ എന്തോ ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, ഒരുപാട് പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പറയേണ്ട കാര്യം ഇതാണ്: പേടിക്കണ്ട, ഞാൻ ഇത്രയും നാൾ ഇത്രയും മുമ്പോട്ട് കൊണ്ടുപോയി, ഇനിയും ഞാൻ ജീവിക്കും, ഇനിയും ഞാൻ ഇതെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ അടിച്ചതുകൊണ്ട് എനിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ എന്റെ നാളെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ എന്റെ നാളെ അടിപൊളിയായിരിക്കും. സോ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്നു മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമെന്ന് ചിന്തിക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫ് ഒരുപാട് നല്ല രീതിയിൽ മാറുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോ ആരെങ്കിലും ലൈഫിനെ പറ്റി ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടും പറയേണ്ട ഒരു കാര്യം ഇതാണ്: പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്.